ആദ്യം നമ്മൾ ഹിന്ദുക്കൾക്ക് രൂപ കൊടുക്കും, അത് നമ്മൾ ക്രിസ്ത്യാനിക്ക് രൂപ കൊടുക്കും. എന്നാൽ ഇതാ റാന്നിക്കടുത്ത് ഒരു പെന്തക്കോസ്ത് സഭയിൽ സംഭവിച്ചത് കർത്താവിൻ്റെ ചില അത്ഭുതങ്ങളാണ്. മുണ്ടുരിഞ്ഞെടുക്കൽ, കസേരയടി, കുമ്മിയടി, കൈവയ്പ് ശുശ്രൂഷ, ഗുസ്തിയും തലമണ്ടടിച്ചു പൊട്ടിക്കലും, ഇങ്ങനെ എല്ലാ കൃപാവാരങ്ങളും ഒന്നിച്ചു വന്ന അത്ഭുത പ്രവൃത്തി ഏവരെയും അതിശയിപ്പിക്കുന്ന. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ഒരാള്, അതായത് ഫസ്റ്റത്തെ ഒരു പിക്ചർ നോക്കൂ, ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ അവരെന്താ പറയുന്നതെന്ന് അറിയാം. വാ, ഓൾ ആർ വെൽക്കം, അല്ലെ, എല്ലാവർക്കും സ്വാഗതം, കം ലുക്ക് അറ്റ് മീ, എന്നിലേക്ക് നോക്കിക്കോളൂ, എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ, എന്റെ പ്രൈവസിയിലേക്ക് കടന്നോളൂ, എന്റെ ലൈംഗികത നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തുറന്നിട്ടിരിക്കുന്നു. അതായത് ഇങ്ങനെ ഫുള്ളൊക്കെ ഒന്ന് മൂടി പർദ്ദയൊക്കെ ഇട്ട് മൊത്തം ഷാളൊക്കെ ചുറ്റി നടക്കുന്ന പെണ്ണും, അതുപോലെ ഷാളൊന്നും ഇല്ലാണ്ട് ഒരു ജീൻസും ടോപ്പും ഹിജാബോ അല്ലെങ്കിൽ ജീൻസും ടോപ്പും മാത്രം ഒക്കെ ഇട്ട് നടക്കുന്ന പെണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് താത്ത ഇപ്പൊ പറഞ്ഞു തന്നത്. അതായത് താത്ത പറഞ്ഞു വരുന്നത് പർദ്ദയും ഹിജാബും അല്ലാണ്ട് ഇടുന്ന ഡ്രസ്സുള്ള പെണ്ണുങ്ങളൊക്കെ വരൂ, എന്നിലേക്ക് വന്നോളൂ, എന്റെ ലൈംഗികതയെ ആസ്വദിച്ചോളൂ, എന്റെ ശരീരം നിങ്ങൾ ആസ്വദിച്ചോളൂ, ഇങ്ങനെ പറയുന്ന പെണ്ണുങ്ങളാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതായത് ഇങ്ങനെ ചുറ്റി നടക്കുന്നവർ മാത്രമാണ് പെർഫെക്റ്റ്, ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ പൊട്ട, അതല്ലേ ഈ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം? നിങ്ങളെ പോലെയുള്ള വിവരദോഷികൾ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയുന്നുണ്ടല്ലേ നമ്മുടെ സമുദായത്തിന് ആളുകൾ ഇത്രയും വെറുക്കുന്നത്. ഇപ്പൊ നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ തന്നെ ഉണ്ട് ജീൻസും ടോപ്പും ഹിജാബ് ചുറ്റുന്നവരൊക്കെ. അവരൊക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് പുറത്തോട്ട് ഇറങ്ങുന്നതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? हम आपसे कुछ क्वेश्चंस पूछती हैं. Okay, tell me one thing. Do you find anything wrong with this dress? No, Mama. Do you find anything wrong with this dress? No, Mama. Okay. Do you find anything wrong इस वाली ड्रेस में? No, Mama. Okay. इसमें कुछ गलत लग रहा है आपको? No. Which one is more beautiful? All of them. Very good, Eva. So, आपने आज क्या लर्न किया? All of them should be respected. Equally. Very good. Very good. Very, very powerful. Very powerful. Correct. വീട്ടിൽ വിളിച്ച് പറയുന്നത് നിങ്ങളെ പോലെയുള്ള വിവരദോഷികൾ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയുന്നുണ്ടല്ലേ നമ്മുടെ സമുദായത്തിന് ആളുകൾ ഇത്രയും വെറുക്കുന്നത്. ഇപ്പം നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ തന്നെ ഉണ്ട് ജീൻസും ടോപ്പും ഹിജാബ് ചുറ്റുന്നവരൊക്കെ. അവരൊക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് പുറത്തോട്ട് ഇറങ്ങുന്നതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇവരുടെ യൂട്യൂബ് വീഡിയോന്റെ കമന്റ് ബോക്സ് പോയി നോക്കണം. മാഷാ അല്ലാഹ്, എന്ത് നല്ല ദീനിയായ കാര്യം പറഞ്ഞു കൊടുക്കല്. എന്ത് ദീന്! പർദ്ദയുടെ മറവിൽ ഒരുപാട് കുറ്റകൃത്യം നടത്തുന്ന ആളുകളില്ലേ ഈ ഒരു പർദ്ദയും ഹിജാബും ഇട്ട് നടന്നിട്ട്. എല്ലാവരും ഈ അവർക്ക് മറക്കാൻ മാത്രമാണോ പർദ്ദ ഇടുന്നത്? വിവരം ഇല്ലാത്തതൊക്കെയാണ്, പക്ഷെ അതിങ്ങനെ മൈക്ക് കെട്ടി വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഇത് നിങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ഇത് നമ്മുടെ സമുദായത്തിനെ മൊത്തം ആളുകൾ ആക്ഷേപിക്കല്ലേ ചെയ്യുന്നത്, മുസ്ലിം സമുദായത്തിനെ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് പെണ്ണുങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അല്ലെങ്കിൽ വീഡിയോയിൽ വന്ന് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിരുന്ന് മൈക്ക് കെട്ടി സംസാരിക്കണം എന്നും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ ഡ്രസ്സിങ് വെച്ചൊന്നുമല്ല അയാളുടെ സ്വഭാവ ശുദ്ധിയൊക്കെ അളക്കേണ്ടത്. റോട്ടിലൂടെ പോകുന്നൊരു കുട്ടി ജീൻസ് പാന്റും ടോപ്പ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അവള് വരൂ നിങ്ങളതിനെ ആസ്വദിക്കും വരുന്ന ആണുങ്ങളോടൊക്കെ പറയല്ല. ഇങ്ങനൊരു ഹിജാബും ഒരു പർദ്ദയിട്ട് ഇതിന്റെ മറവിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ, അവരുടെ കുറ്റകൃത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ പർദ്ദയും മഫ്തയിട്ട് നടക്കുന്ന ആളുകളില്ലേ. എന്തിനാണ് ഇങ്ങനെ സ്വയം നമ്മുടെ സമുദായത്തിന് നമ്മൾ തന്നെ പറയിപ്പിക്കുന്നത്? A lot of people ask me how they can start investing on the stock market. So today I'm going to introduce an amazing trading platform called the Market Wolf. Market Wolf ഒരു സെബി രജിസ്റ്റേർഡ് ബ്രോക്കർ ആപ്പാണ്. അതിൽ 99 റുപ്പീസിന്റെ വൺ ടൈം ലൈഫ് ടൈം ഫീ പേയ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നോ ഇയർലി മെയിൻ്റനൻസ് ആൻഡ് നോ ഹിഡൻ ഫീസ്. സോ ലെറ്റ് മീ ഷോ യു ഹൗ ടു യൂസ് ദിസ്. ഞാൻ മാർക്കറ്റ് വോൾഫിന്റെ ആപ്പ് ഓപ്പൺ ചെയ്തു, എന്റെ പിന്നടിച്ച് ലോഗിൻ ചെയ്തു. ആൻഡ് ദേ ഹാവ് എ ഫ്യൂച്ചർ കോൾഡ് ദ ഫോളോ ട്രെൻഡ്. ഈ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ റിയൽ മാർക്കറ്റ് ട്രെൻഡ്സിന് ഇവർ കാണിച്ചു തരും. അതായത് കറന്റ് മൂവിംഗ് ആൻഡ് പൊട്ടൻഷ്യലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇത് കാണിച്ചു തരും. ഇതിനുള്ള ഇൻസ്ട്രുമെന്റ്സും ചാർട്ട്സും ട്രേഡ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുവാണ്. ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്നു, എന്റെ ട്രേഡ് ഇൻസ്റ്റന്റ്ലി സ്റ്റാർട്ട് ആയി. യു ക്യാൻ ഓൾസോ മോണിറ്റർ ട്രേഡ് ലൈവ് റൈറ്റ് ഫ്രം ഹിയർ. ഈ ആപ്പിന് മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിനകത്തൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പിലെ ഫീച്ചർ തന്നെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈ ലോസ് നിന്നൊക്കെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്റെ ട്രേഡ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ സ്റ്റോപ്പ് ട്രേഡ് കൊടുക്കുവാണ്. ആൻഡ് ഐ ബുക്ക് പ്രോഫിറ്റ് 1476 ഇൻ പ്രീ ടാക്സ്. അതുപോലെ തന്നെ മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ്. ആ ഒരു റെക്കമെൻഡേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ചെയ്യാൻ സാധിക്കും. 3 മാസത്തെ പ്രോഫിറ്റ് ആണിത്. ഫസ്റ്റ് മന്തിന് 57,170, സെക്കൻഡ് മന്തിൽ 7,468, ആൻഡ് തേർഡ് മന്ത് 59,696 ആണ് യൂസേഴ്സ് ഏൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് മാർക്കറ്റ് വോൾഫ് ഇതിനകത്ത് കമ്മീഷനോ ചാർജസോ ഈടാക്കുന്നില്ല. വിച്ച് മീൻസ് എന്റെ പ്രോഫിറ്റ് ഈസ് യുവേഴ്സ് ആൻഡ് ഡയറക്ട്ലി ട്രാൻസ്ഫർ യു ബാക്ക്. മാർക്കറ്റ് വോൾഫ് ഇന്ത്യയിൽ അധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആപ്പ് ഈസ് എക്സ്ട്രീംലി സിമ്പിൾ ആൻഡ് സെക്യൂർ ടു യൂസ്. സോ ദ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾ മക്കൾക്ക് മോട്ടിവേഷൻ എടുത്ത് കൊടുക്കുകയാണ്, ഏതോ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വിവരം വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ വിവരക്കേട് പറഞ്ഞു കൊടുക്കുക. എനിക്കത് ഇത് കണ്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നി. ഇത് കണ്ടപ്പോൾ വിവരക്കേട് മൈക്ക് കെട്ടി വിളിച്ച് പറയും ഒരു ലജ്ജയില്ലാണ്ട്.
പടച്ചവനെ ഓർത്തിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ വിഡിത്തം പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് വിവരം ഇല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന വിവരക്കേട് പറയാം, അല്ലാതെ മൈക്ക് പിടിച്ച് ഒരു ക്യാമറയും പിടിച്ച് പുറത്തോട്ട് അത് അറിയിക്കേണ്ട. അപ്പോൾ ഈ മതം നല്ലതാണ്, മതം പഠിപ്പിക്കുന്നതെല്ലാം നല്ലതാണ്. ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സാധനമാണ് മോഡസ്റ്റി എന്ന് പറയുന്ന വാക്ക്. ഈ വാക്ക് എവിടെ ആരും ഉപയോഗിക്കുന്നോ അത്രയും വിഷം വേറെ ഇല്ലെന്ന് ഞാൻ പറയും. ഇത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ വിഷം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ കണ്ണടിയായിരിക്കും. പർദ്ദയിട്ട് മസ്തം ചുറ്റും നടക്കുന്ന സ്ത്രീകൾ മാത്രം നല്ലത്, അല്ലാത്തവരൊക്കെ ഭയങ്കര പൊട്ടാന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കൺസെപ്റ്റ് എവിടുന്ന് കിട്ടുന്നു നിങ്ങൾക്ക്? Hijab is not a piece of cloth. It's a modesty, identity, faith and obedience to Allah. മറ്റുള്ള മതത്തിലുള്ളവർ അവരവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഇവർക്ക് കണ്ണ് കടിക്കും. കാരണം ഇവരുടെ മതത്തിൽ ഇതെല്ലാം തെറ്റാണല്ലോ. മോഡസ്റ്റി എന്തോ വലിയ സംഭവം പോലെ പൊക്കി പിടിച്ച് നടക്കുന്ന ഈ വാണങ്ങൾ ഈ പറയുന്നതൊക്കെ കറക്റ്റ് മോഡസ്റ്റിയിൽ ജീവിക്കുന്നവരാണല്ലോ അല്ലേ. ഒരു എക്സാമ്പിൾ കാണിച്ചത് എന്നാ പിടിച്ചോ. ഇസ്ലാം മതവിശ്വാസിയല്ലേ? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? വളച്ചൊടിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഖുറാനിലോ ഞങ്ങളെ മതപണ്ഡിതന്മാരോ എല്ലാം വെച്ചിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ശരിയാണ്. കാരണം എഴുതിയേക്കുന്നത് കറക്റ്റാണ്. എഴുതിയേക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഇത്രയും റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല. ശരിക്കും മതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചേക്കുന്ന സ്ത്രീകളെയാണ്. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ചെറിയ കുറച്ച് വ്യത്യാസമാണ്. ശരിക്കും മതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചേക്കുന്ന സ്ത്രീകളെയാണ്. എഴുതിയേക്കുന്നത് കറക്റ്റാണ്, പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്റ്റേജിലേക്ക് ഒരു ഉസ്താദ് ഒരു കൊച്ചിനെ വിളിച്ച ഓർമ്മയില്ലേ? റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മതം വേറെ ഇല്ല. ഇവളുടെ കാര്യം ഇവൾക്കുള്ള ഊക്കിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന. നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തു തരാം. ഖുറാൻ 24:31 പ്രകാരം ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം കൂട്ടുന്ന ഒരു വസ്തുക്കളും അന്യപുരുഷന്മാരെ കാണിക്കുന്ന ഭാഗത്തിന് ഇടരുത് എന്ന് പറയുന്നു. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ തട്ട വിട്ടിട്ടില്ല. തട്ട വിടാതെ നിങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ അടുത്ത് പോകാൻ പറ്റില്ല. ആങ്കർ ഒരു അന്യപുരുഷനാണ്. ഓക്കെ. 2, നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലിപ് ബാം ഉപയോഗിക്കുന്നുണ്ട്. ഇതും സൗന്ദര്യം കൂട്ടുന്ന ഒരു വസ്തുവാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ അടുത്ത് പോകാൻ പറ്റില്ല. 3, നിങ്ങൾ മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. മൂക്കുത്തിയും സൗന്ദര്യം കൂട്ടുന്ന ഒരു വസ്തുവാണ്. അല്ല എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അതിട്ട് നിങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ അടുത്ത് പോകാൻ പറ്റില്ല. 4, നിങ്ങൾ മുടി കളർ ചെയ്തിട്ടുണ്ട്. കളർ ചെയ്യുന്നതും സൗന്ദര്യം കൂട്ടുന്ന ഒരു വസ്തുവാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ അടുത്ത് പോകാൻ പറ്റില്ല. 5, എനിക്കറിയാൻ വയ്യ നിങ്ങൾ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. പെർഫ്യൂം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ഖുറാന്റെ അകത്ത് പറയുന്നതല്ല, ഹദീസിൽ പറയുന്നുണ്ട്. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള സ്വാതന്ത്ര്യം ഖുറാൻ എന്ന് പറയുന്ന ബുക്ക് നിഷേധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനുമായിട്ട് 25% നീതി പുലർത്തുന്നവർ ഇങ്ങനെ ഇരിക്കും, 50% നീതി പുലർത്തുന്നവർ ഇങ്ങനെ ഇരിക്കും, 75% നീതി പുലർത്തുന്നവർ ഇങ്ങനെ ഇരിക്കും, 100% നീതി പുലർത്തുന്നവർ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും തരുന്നുണ്ട് എന്നാണെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ നിങ്ങൾ ഖുറാൻ മലയാളത്തിൽ വായിച്ചിട്ടില്ല, അല്ല എങ്കിൽ എല്ലാം അറിയാമായിട്ടും നിങ്ങൾ ഒരു വിഡ്ഢിയെ പോലെ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ പ്രോഗ്രസിന് വിലങ്ങുതടിയായിട്ട് നിൽക്കരുതെന്ന് ഒരു റിക്വസ്റ്റും എനിക്കുണ്ട്. ഇത് കണ്ട് ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യൻസും അവരുടെ ബുക്കുകൾ ഏതാണ്ട് കൊമ്പത്തെയാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. എല്ലാ ബുക്കിലും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ, ഇതുപോലെ കോൺഫിഡൻസില് മണ്ടത്തരം വിളിച്ച് പറയാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചേക്കുന്ന സ്ത്രീകളെയാണ്. സ്വന്തം മതത്തിലുള്ളവർ തന്നെ കമന്റ് ബോക്സിൽ അറഞ്ചം പുറഞ്ചോ ഊക്കിയിട്ട് പോരും ഇതൊക്കെ പറയാൻ കാണിക്കുന്ന ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, സമ്മതിക്കണം. ഒരു പക്ഷേ ഇവളിത് പറയുമ്പോൾ ഇത്രയും കോൺഫിഡൻസ് ഇത് പറയാനുള്ള മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കത്തോളം നല്ല പേരൻസ് ഉള്ളത് കൊണ്ടാണ്. വലിയ സീനൊന്നും ഇല്ലാത്ത അത്യാവശ്യം കോമൺ സെൻസോടുകൂടി ചിന്തിക്കുന്ന കുറച്ച് പേരൻസ് ഉള്ളതുള്ളൂ, ഉപ്പ ഉമ്മ ഉള്ളത് കൊണ്ടാണ് ഇവൾക്ക് ഇത് പറയാനുള്ള കോൺഫിഡൻസ് എങ്കിലും ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമല്ലേ? പുള്ളിനെ പിടിച്ച് അടിക്കുന്നു. ഓ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു പ്രേ, ഞങ്ങൾ കേട്ടത് സ്പ്രേ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടെന്ന് അറിയില്ല, ഈ പെപ്പർ സ്പ്രേ ബീഫ് വളർത്തുമ്പോ കറിയിൽ അടിക്കാമോ? ആൾക്കാരൊക്കെ മതങ്ങളെ എന്ത് കോമഡി ആയിട്ടാണ് കാണുന്നത് അറിയാൻ ഈ കമന്റ് ബോക്സിൽ കൂടെ ഒന്ന് പോയാൽ മതി. നിങ്ങൾ
വലിയ മതമൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങളിങ്ങനെ ചിരിച്ച് ഇതൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ. നാണക്കേടാ കേട്ടോ. അയ്യോ, ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സമാധാനം. എല്ലാ മതത്തിലും ഉണ്ട് ജാതി വേണം. പെപ്പർ സ്പ്രേ കലാപം 2/5/2026. ഒരു ഹിന്ദുവിന്റെ കല്യാണമാണ്. ആ പെൺകുട്ടിക്കാണോ ചെറുക്കനാണോ അച്ഛനെന്തോ ഇല്ലാത്തത് കൊണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരു പള്ളിയിൽ അച്ഛൻ ആ കല്യാണം നടത്തി കൊടുക്കുന്നതാണ് കാണുന്നത്. അച്ഛനില്ലാത്തതുകൊണ്ട് പള്ളിയിൽ അച്ഛനെ വെച്ചു. അമ്മയില്ലായിരുന്നെങ്കിൽ നമുക്ക് മൂവീസ് പാരഡൈസിനെ ഒക്കെ ആയിരുന്നു. ഇതാണ് എന്റെ കേരളം. ഇതാണ് എന്റെ കേരളം. കേരള റിയൽ സ്റ്റോറി. നിങ്ങൾ കേരളത്തിലെ പല പ്രൈവറ്റ് ബസിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാലും 3 രൂപങ്ങൾ കാണാൻ പറ്റും. കണ്ടുണ്ടോ? എന്നിട്ട് ഈ വീഡിയോ എടുത്ത് BGM കുത്തിക്കയറ്റി റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് റിയൽ കേരള സ്റ്റോറി. കേരളം ഇങ്ങനെയാണ്, സമത്വമാണ് കേരളം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന രീതിയിലാണ് ഇവന്മാരെ മൊത്തം റീൽസ് അപ്ലോഡ് ചെയ്യുന്നത്. പച്ചയ്ക്ക് വേർതിരിവ് ബസ്സിനകത്ത് കാണിച്ചു വെച്ചിട്ട് മതസൗഹാർദ്ദം എന്തോന്നടെ. നാണക്കേടാ കേട്ടോ. 100% ലിറ്ററസി. അടുത്ത മണ്ടൻ നോക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് ഈ നിരീശ്വരവാദികളെന്ന് നിങ്ങൾക്കറിയൂ. അവർക്ക് ഈ ലോകമില്ല, പരലോകമില്ല. ഈ ലോകമില്ല എന്ന് പറയാൻ കാരണം ദൈവമില്ല എന്നുള്ള വിശ്വാസത്തിൽ അവർ ഫുൾ ഫ്രീഡത്തോടെ ജീവിക്കുകയാണ്. അവരുടെ സങ്കല്പപ്രകാരം ഈ ഒരു ലോകത്തൊരു ജീവിതം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ തെറ്റും ശരിയൊക്കെ നോക്കി നല്ല രീതിയിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളനോ ഒരു കൊള്ളക്കാരനോ ഇവരെ സ്വത്തൊക്കെ മോഷ്ടിക്കണം. പോലീസൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് തിരിച്ചു കിട്ടിയില്ല. അതേപോലെ തന്നെ ഇവര് എത്ര നല്ല രീതിയിൽ നടന്നിട്ടും മനുഷ്യത്വപരമായിട്ട് ഇടപഴകിയിട്ടും കുറച്ചു പേര് വളരെ മോശമായി ഇവരോട് പെരുമാറി. മൊബൈലിന്റെ മുന്നേ പരിവർത്തനം കാണിക്കാന്മാര് ഒന്നും അറിയുന്നില്ല. ഇനി അതല്ല, ഇവര് ജീവനെ തുല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഇവരെ കൊന്നു എന്ന് വിചാരിക്കുക. അതോടെ തീർന്നു വരാ കഥ. ഇത്ര കാലം നല്ല രീതിയിൽ ജീവിച്ചവര് ആരായി? വാട്ട് എ ഫൺ. എന്നിട്ട് നമ്മളെ മദ്രസ പൊട്ടൻ എന്നൊക്കെ പറയാം. സത്യത്തിൽ ഇവരെ പോലത്തെ പൊട്ടന്മാര് ലോകത്തില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ആയ കാലത്ത് ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാല് മറ്റേ കൂലി കിട്ടും, സ്വർഗം കിട്ടും, മറ്റേ തൊലി കിട്ടും എന്നും പറഞ്ഞ് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പൊട്ടൻ. അതായത് ഇവൻ വിശ്വസിക്കുന്നത് ഈ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇവന് കൂലി കിട്ടുമെന്നാണ്. അപ്പോൾ നിരീശ്വരവാദിയെ സംബന്ധിച്ച് അവന് യാതൊരു പ്രതീക്ഷയില്ല ഒന്നും കിട്ടുമെന്ന്. ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. അതായത് ചുരുക്കി പറഞ്ഞാല് ഒരു കൂലിയോ തൊലിയോ സ്വർഗമോ പ്രതീക്ഷിക്കാണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരുപാട് നിരീശ്വരവാദികളുണ്ട്. അപ്പൊ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇവനല്ലേ ശരിക്കും തോൽവി. കാരണം ഇവൻ ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നിരീശ്വരവാദികൾ ഇതൊന്നും കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ശരിക്കും ആരാ ശരിക്കും വിശ്വാസി? എന്നിട്ട് നമ്മളെ മദ്രസ പൊട്ടൻ എന്നൊക്കെ പറയാം. വിശ്വാസില്ല, ശരിക്കും പ്രോപ്പർ ആയിട്ട് ജീവിക്കുന്ന ആരാ? ആരെങ്കിലും ഒക്കെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആരെയും പേടിക്കാണ്ട് സ്വന്തമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളെ മദ്രസ പൊട്ടൻ കഴുത. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നാണക്കേടാ കേട്ടോ. ഇവരെന്ത് ഇങ്ങനെ കോമഡി ആയി പോകും. എന്ത് തൊലിന്റെ ജീവിതാണത്? എന്തർത്ഥമുണ്ട്? പന്നി ഇറച്ചി കഴിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. ചിലർക്ക് അത് കാണുന്ന അറപ്പാണ്. പക്ഷെ ഇത് സൃഷ്ടിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്ലാഹുവാണ്. നാണക്കേടാ കേട്ടോ. അപ്പോ ഇതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് ചിന്തിക്കാൻ തുടങ്ങും. വല്ലാത്തൊരു അവസ്ഥ നിങ്ങളൊക്കെ. എന്നിട്ട് ഇതിനൊരു കുറുക്കോഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ ഉത്തരം മുട്ടിപ്പോവല്ലോ. ശരിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാണക്കേടാ കേട്ടോ. എന്തോന്നറിയത്? ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വേണോ സ്വന്തമായിട്ട് ചിന്തിക്കുക? അതായത് നിങ്ങൾ ഇൻഡയറക്ട്ലി പറയുകയാണ് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല, ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞു തന്നെ വന്നാലേ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഇത് കോമൺ സെൻസിൽ ചിന്തിക്കേണ്ട കാര്യം. അതല്ലാണ്ട് ഇതിനടാ വല്ല. എന്നിട്ട് നമ്മളെ മദ്രസ പൊട്ടൻ ഹിന്ദുക്കൊക്കെ കൊടുക്കാം. എന്തോന്നടാ ഇതൊക്കെ? ഇങ്ങനെ ഇരിക്കണം. എല്ലാവരുടെയും വിശ്വാസമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ ഇത് കാണുമ്പോ മറ്റന്മാരെ കുലുങ്ങി കുലിച്ചിരിക്കില്ലേ? അമ്മമാർക്കുള്ളത് തരാം. ഇവൻ സുശേഷം പ്രഘോഷിച്ചതാണല്ലേ? ഞാൻ കരുതി ഇവൻ എന്തിനാ ഈ പെണ്ണിനോട് ചൂടാവുന്നതെന്ന്. മദ്യത്തിൽ കൈവശോ? അത് മദ്യക്കുപ്പയുടെ മുന്നേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നാണക്കേടാ കേട്ടോ. അറിയത്തില്ല. സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ദൂത് പറയുന്ന കോഴികൾ. മീറ്റിംഗ് കഴിഞ്ഞ് പേഴ്സണൽ പ്രയറും നമ്പർ കൈമാറലും. ഓണം. ഞാനിതാ ഈ കാണുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ പോസ്റ്റ് ആക്കിയപ്പോഴേ അതിൽ വന്ന് കണ്ട് ഒരുത്തം പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. ആ ഒരു കമന്റ് ഇതാണ്: എടാ മലവാണ മാൻ ഈ സംഘികളുടെ ഇടയിൽ റീച്ചിന് വേണ്ടി വീട്ടിലെ വീഡിയോയും ഇടും,
എന്നറിയാം. കുറച്ചു ആയി സംഘികളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇങ്ങനെ സംഭവിച്ചു പോയി. അത് പിന്നെയും ചർച്ച ആക്കാൻ, മുസ്ലിങ്ങളുടെ വില കളയാൻ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ഇവൻ ഇവിടെ വന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സംഭവം എന്താണെന്നല്ലേ ഈ ഒരു വീഡിയോ, അഥവാ മരിച്ച മയ്യത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നത്. ഒരാളുടെ മരണം പോലും ഏത് വിഭാഗക്കാരും ആയിക്കോട്ടെ, മരിച്ച മയ്യത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതേമാതിരി കാണിക്കുന്നത് മുസ്ലിംസുകളായിട്ടുള്ള ഇത് നടത്തിയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞത് ചെറ്റത്തിലായിട്ടുള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞാണ് ചൂണ്ടിക്കാണിച്ചിക്കാണ്ട് ഞാൻ സംസാരിച്ചത്. അത് എന്തുകൊണ്ടാണ് ഓരവിടെ ചെയ്തിട്ടുള്ള എരപ്പത്തിലായിട്ടുള്ള പരിപാടിയാണ്. ഓരോ തലയിൽ തലകൊട്ടും പള്ളി കമ്മിറ്റിയും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം ഒരു മയ്യത്തിന്റെ മുന്നിൽ വെക്കാണ്ട് വരെ തല്ലുപാട് കൂടുമ്പോൾ അത് ഓരോട് ചെയ്ത് തെറ്റായിട്ടുള്ള സംഭവമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് കാണിച്ചാലും ഞാനൊരു സംഖ്യന്റെ കൂടുതൽ പെടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെടുത്തുകൊള്ളോ. അതിന് മുസ്ലിംസുകളെ പറയിപ്പിക്കണത് ഈ ആൾക്കാരനല്ലേ. സമുദായത്തിനെ മൊത്തം ആളുകൾ ആക്ഷേപിക്കല്ലേ ചെയ്യുന്നത്, മുസ്ലിം സമുദായത്തിനെ മുസ്ലിംസുകളെ പറയിപ്പിക്കണത് ഈ ആൾക്കാരനല്ലേ. അല്ല ഞാനാ അത് ശരി, ഓര് ചെയ്ത സംഭവം തെറ്റാണ്, അത് ചെറ്റത്തര പരിപാടിയാണ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു സംഖ്യ അങ്ങനെ നിങ്ങൾ സംഖ്യയാക്കണം, നിങ്ങൾ സംഖ്യയ്ക്ക് മാറ്റിക്കോളോ. ഇത് നിങ്ങളും കുറച്ച് ദിവസമായിക്കണം. നമ്മളിപ്പോ എന്തൊരു വീഡിയോ ഇട്ടാലും അപ്പം ഇവിടെ വന്ന് പറയും ഇത് സംഖ്യയാണ് എന്നുള്ളത്. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തിക്കൊള്ളോ. ആയിക്കോട്ടെ, ഞാൻ സംഖ്യനാണ്. എന്തിയാ സ്വന്തം മതത്തിലുള്ളവർ തന്നെ സ്വന്തം മതത്തിലുള്ള രൂപയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. നാണക്കേടാ കേട്ടോ. സോറി, ദൈവം ആ സമയത്തൊന്ന് മൂത്രമൊഴിക്കാൻ പോയി കാണും, ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കാര്യമാക്കണ്ട. ഓക്കെ, അടുത്ത കൊടുക്കാം. ഇസ്രായേലിലെ ജൂതന്മാര് ഒളിഞ്ഞിരിക്കുന്ന കർക്കതുമരാണ് ഇവിടെ കാണുന്നുള്ളത്. ഇതാണ് ജൂതന്മാരെ ഖിയാമത്ത് നാളില് ഈ മരത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. ആ മരമാണ് കർക്കതുമരാണ്. ഇവിടെ റോഡ് സൈഡിൽ ഇവിടെ മൊത്തം നിങ്ങൾ കാണുന്നതാണ് ഈ കർക്കതുമരം. പച്ചയ്ക്ക് വർഗീയത പറയുന്നടാ ഊളെ. ഇസ്രായേലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട് അവരുടെ ആ കർക്കതുമരം കാണിക്കുന്നു. ഇതിന്റെ കൃഷി തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതാണിപ്പോ ജൂതന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ടെന്ന് പറയാതിരിക്കുന്ന മരം. ജൂതന്മാരെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്ന് വെച്ച മരം സൃഷ്ടിച്ചാരാ? എല്ലാരും ഹാപ്പി ആയില്ലേ കർക്കതുമരം കണ്ടിട്ട്? ഹാപ്പി ആയില്ലേ? സന്തോഷമൊന്നുമില്ല മരം കണ്ടിട്ട്. കണ്ടത് നമ്മൾ ജൂതന്മാരെ കാണുമ്പോൾ തന്നെ എല്ലാ മതങ്ങളെ റെസ്പെക്ട് ചെയ്യും ഞങ്ങൾ, പക്ഷെ ഒരേ മതമേ ശരിക്കും ഉള്ളൂ. എന്തോന്നടാ ഇത്? ജൂതന്മാരെ കാണുന്നതിന് വെറുപ്പാണ്. സഹോദരൻ വർഗീയത പരസ്യമായി ശ്രദ്ധിക്കുന്നു. സത്യം. അവരെ ഒളിപ്പിക്കുന്ന മരത്തോട് അതിലും കൂടുതൽ വെറുപ്പുണ്ടാവും. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വളരുന്നതല്ല, ഇങ്ങനെയുള്ള കുറെ എണ്ണങ്ങൾ വളർത്തുന്നതാണ്. ഒളിപ്പിക്കുന്ന മരത്തോട് അതിലും കൂടുതൽ വെറുപ്പുണ്ടാവും. തീർച്ചയായും. അപ്പൊ സന്തോഷം ഉണ്ടാവുന്നില്ല. തെരുവീതികളിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുമോ? മനുഷ്യനായിട്ട് കാണാണ്ട് മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണിക്കുന്ന ഇന്നെപ്പോലുള്ള തോൽവികൾ. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു എന്താണ് പറഞ്ഞ കാര്യം നമുക്ക് നേരെ തെളിവിൽ കാണിച്ചു തരുന്ന ഒരു മരമാണ്. എല്ലാ മതക്കാരെ റെസ്പെക്ട് ചെയ്യും, പക്ഷെ ഞങ്ങളുടെ ദൈവം അല്ലാണ്ട് വേറെ ദൈവമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ അതെ, അതാണ് സന്തോഷം. പൈസയുടെ ബോധമുണ്ടോ? പച്ചയ്ക്ക് ഒരു ബസ് വിളിച്ച് കുറെ ആൾക്കാരുമായിട്ട് പച്ചയ്ക്ക് പോയിരുന്നു വർഗീയത പറഞ്ഞ് വീഡിയോ ചെയ്ത് അതിങ്ങനെ റീൽസിലൊക്കെ ഇട്ട് പ്രചരിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയ തൊലിക്കട്ടിയെന്നും പറയും. ഇവരെന്താ ഇങ്ങനെ? നിങ്ങൾ ശരിക്കും പൊട്ടന്മാരാണോ അതോ? സന്തോഷം, അൽഹംദുലില്ലാഹ്. അല്ലാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സന്തോഷമല്ല. ചേർത്തല ടൗണിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിഷേധം. എടാ എന്റെ സ്ഥലം, ഞാൻ ചേർത്തലക്കാരനാ, കേരളത്തിൽ ഇട്ടിട്ടു. ഇത്രയും മണ്ടന്മാരോ ചേർത്തലയില്? എനിക്കിട്ട് തന്നെയുള്ള ബുക്കായിപ്പോല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കണ്ട ഹോട്ടൽ മൊത്തം ഈ ചേർത്തലയുള്ള എല്ലാ ഹോട്ടലുകളിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി കൊടുക്കുന്ന എല്ലാ ഹോട്ടലിൽ പോയാലും അവിടെ ഈ പറയുന്ന ശ്രീകൃഷ്ണനും ശിവനും ആരാ പറയാ കർത്താവും എല്ലാവരും ഉണ്ട്. എന്നിട്ട് അവിടെ ഇവന്മാർക്ക് ചിക്കനും ബീഫും മട്ടനൊക്കെ വിളമ്പാം. ഒരു ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ ഒരു ചിക്കൻ പീസ് വെച്ചപ്പോഴേക്കും അയ്യോ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ. അത്രേ ഉള്ളോ നിങ്ങളുടെ ദൈവത്തിന്റെ കളികള്? അയ്യോ ഞങ്ങള് ഉണ്ണിക്കണ്ണനെ തൊട്ട് കളിക്കല്ലേ. ഞാനൊരു ഹിന്ദുവാണ്, പോരാത്തതിന് ഒരു ചേർത്തലക്കാരി. ഇങ്ങനെ ഒരു പ്രതിഷേധം കണ്ടപ്പോൾ നാണക്കേട് തോന്നി. കാര്യം ആഘോഷം ഏത് തന്നെയാലും അതുമായി ബന്ധപ്പെട്ട് ഏതൊരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളത് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ രീതികളാണ്. അവിടെ പോസ്റ്റർ റീച്ച് ആവുന്ന വഴി അവർക്ക് അതൊരു ചെലവ് കുറഞ്ഞ പരസ്യം കൂടിയാണ്. ഇപ്പൊ ഓണത്തിന്റെ പോസ്റ്റർ നോക്കിയാൽ മാവേലി ലാപ്ടോപ്പ് നോക്കുന്നു, ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്മാൻ ആവുന്നു, ഡോക്ടർ, എഞ്ചിനീയർ, പെയിന്റ് പണിക്കാരൻ ആവുന്നു ഒക്കെ കാണാം. ക്രിസ്മസ് വന്നാൽ നേരെ തിരിഞ്ഞത് സാന്താക്ലോസ് ആവും. ശരിയാ. അതായത് നോൺ വെജ് ഫുഡ് കൊതിയോടെ നോക്കുന്ന കൃഷ്ണനെ വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കുക എന്താണ് തെറ്റ്? ഒരു ഹിന്ദുവാണ് കമന്റ് ഇട്ടേക്കണമെന്നുകൊണ്ട് ആലോചിക്കണേ. ഈ പ്രതിഷേധം കഴിഞ്ഞിട്ട് രാത്രി ഇവന്മാര് പോയിട്ട് കുപ്പിയും മേടിച്ചിട്ട് ബീഫും ടച്ചിങ് ആയിട്ടായിരിക്കും കഴിക്കുന്നത്.
ആ ടീമാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. എന്തൊരു നിലവാരമാണ് ഞങ്ങൾക്ക്. അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കും, ഇതിനുവേണ്ടിയൊക്കെ സമയം കളഞ്ഞ് പോസ്റ്റർ ഉണ്ടാക്കി, ഫ്ലാഗും ഉണ്ടാക്കി, വെയിലത്ത് റോട്ടിൽ കൂടി പ്രതിഷേധം നടത്തി, കുറെ പോലീസുകാർക്ക് ഇരട്ടി പണി ഉണ്ടാക്കി, റോഡും ബ്ലോക്ക് ചെയ്ത്. നിങ്ങൾ എന്ത് വിശ്വാസിയാടാ? ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുടുങ്ങൽ ഇതാണ്. അടുത്ത ആള് ഇപ്പൊ എയുടെ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എക്ക് റിക്വസ്റ്റ് കൊടുത്തു, മന്തിക്കടക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു ആശംസ അറിയിക്കാൻ പറഞ്ഞു. അവര് മനോഹരമായിട്ട് ചെയ്തു തന്നു. ഇപ്പൊ നീ കുടുങ്ങി. മതസൗഹാർദ്ദത്തിന്റെ അടുത്ത മെയിൻ ആള്. ഈ കുഞ്ഞിനെ ലാളിക്കുന്ന എന്റെ വീഡിയോയിൽ ഒരു ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് കേട്ടു നോക്കൂ. മൃഗസ്നേഹിയായ അങ്ങയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങ് വിഷയത്തിൽ നിന്ന് മെല്ലെ തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം. മൃഗസ്നേഹിയായ ഞാൻ മൃഗങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും കാണിക്കുന്നത് മറ്റേ രീതിയിൽ കാണുന്ന ഉസ്താദിനോടൊരു ചോദ്യം. മനുഷ്യസ്നേഹിയായ നിങ്ങൾ പലപ്പോഴും മനുഷ്യ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി സ്നേഹിക്കാറും ലാളിക്കാറും ഇല്ലേ? നിങ്ങൾ അവരെ ഓമനിക്കുമ്പോൾ മറ്റേ ചിന്തയാണോ നിങ്ങളുടെ മനസ്സിൽ? നിങ്ങൾ അവരോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ടല്ലേ അവരെ ലാളിക്കുന്നത്? മൃഗങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരാണ്. ഞാൻ അവരെയും സ്നേഹിക്കുന്നു, അവരെ ഓമനിക്കുന്നു. അതിനെ മറ്റേ രീതിയിൽ കാണുന്ന നിങ്ങളുടെ മനസ്സ് എത്ര വൃത്തികെട്ട മനസ്സാണ്. ചില ഉസ്താദുമാരെ കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങളെപ്പോലെ ദുഷിച്ച വൃത്തികെട്ട മനസ്സുള്ള ആൾക്കാരാണ് കുഞ്ഞുങ്ങളോട് ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ട അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ. 20 ലക്ഷത്തിലധികം ആൾക്കാർ മാർക്കറ്റ് വൂൾഫ് യൂസ് ചെയ്യുന്നുണ്ട്. It's both available on iOS and Android. So start your trading journey with Market Wolf. The link in the description. Just click download the app and begin your trading journey.